12 പേർക്കും ഒരു വോയിസ് ആണ് ഒരാള് എന്ന് പറയുമ്പോൾ അവിടെ ആരാ ഫെയിലായേ? ബാക്കി 11 പേര്. പക്ഷെ എന്താ ഇവിടെ കാര്യം എന്നറിയോ ബ്രോ, ഈ 11 പേരും ഫെയിൽ ആവുന്നത് ഒരു പക്ഷെ അറിയുന്നില്ല. എന്തുകൊണ്ടെന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ബ്രോ. ഇവിടെ ഇപ്പം എനിക്കെതിരെ നിന്നാൽ എന്താണ് ഗുണമെന്ന് അറിയാവുന്ന പലരും ഇവിടെ ഉണ്ട്, പലരുമുണ്ട്. സായി അത് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, അത് നിൽക്കാം. പക്ഷേ എത്ര നാൾ? ഒരു ചോദ്യം കൂടി. 12 പേര് എതിരെ നിന്നാൽ കയ്യടി കിട്ടും എന്നുള്ളത് ജാസ്മിനും ഗബ്രിക്കും ഇത് കയ്യടിയുടെ ഞാൻ ഇന്ന് ഈ ബെൽറ്റ് ഇടാനാണ് എന്താ സായി അവിടെ, അല്ലെങ്കിൽ എന്റെ ബെൽറ്റ് വരട്ടെ, എനിക്കൊരു ചുക്കുമില്ല സായി. കാരണം ഇവിടെ എന്താണെന്നറിയാമോ ആ സ്റ്റേറ്റ്മെന്റ് എന്താ? ഏതാ? 12 പേർക്ക് 12 പേരല്ല ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് നിനക്കെതിരെ കളിച്ചാൽ, എനിക്കെതിരെ മാത്രമല്ല ഇവിടെ കളിക്കുന്നത്, ഗബ്രിക്കെതിരെ കളിച്ചാൽ, നിങ്ങൾക്കെതിരെ കളിച്ചാൽ പുറത്ത് രാജാവാവും അല്ലെങ്കിൽ കയ്യടി കിട്ടുന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ നിങ്ങൾ വരുന്നതിന് മുൻപും ഈ കളി ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കെതിരെയല്ല നടന്നത്. എന്റെ മോനെ, നിങ്ങൾ കണ്ടിട്ടുള്ള സാധനമാണ് നിങ്ങൾ പറയുന്നത്. ഈ 12 പേര് നിൽക്കുമ്പോൾ ജാസ്മിനും ഗബ്രിയും രാജാവാവുന്നുള്ള സാധനമൊന്നും ഇല്ല, അങ്ങനെ വേണമൊന്നും ഇല്ല. പിന്നെന്താ ചോദിച്ചത്? ഗബ്രി നീ ഒരുപോലെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കെതിരെ കളിക്കുമ്പോൾ സിബിന് കയ്യടി കിട്ടുമെന്ന് സിബിന് അറിയാം. അതെ, അതെങ്ങനെ മനസ്സിലായി? ഞങ്ങൾ കാണുന്ന ഇത് എന്തോ നിനക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് എന്തോ കണ്ണില്ലയോ, ഞങ്ങൾക്ക് എന്തോ ചെവി ഇല്ലയോ? വീട്ടിലത്തെ കാര്യം വിട്, നിങ്ങൾ പുറത്തെ കാര്യം പറയുന്നത്. ഗബ്രി നീ പുറത്തെ കാര്യം പറയുന്നത് എങ്ങനെയാ പറഞ്ഞൂടെ പറഞ്ഞുതരാം. അബിയുടെ സ്റ്റേറ്റ്മെന്റ്സ്, അബി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മീൻസ് അബി ഇപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും ഇവരുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ അബി എന്നോട് ബാത്റൂമിൽ വെച്ച് പറഞ്ഞൊരു കാര്യം എന്താണ്, എൻ്റെ അച്ഛനും അമ്മയും വിഷമിച്ച് മുഖത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി നിനക്കൊരു ഇത് തരുന്നത് കൊണ്ടായിരിക്കാം. പറഞ്ഞോ അബി? പറഞ്ഞു. ബ്രോ, എന്റെ തലയ്ക്കകത്ത് തലച്ചോറാണുള്ളത്, കളിമണ്ണല്ല. സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കുകയാണ്. ഇവിടെ വന്ന അന്ന് തൊട്ട് ആൾക്കാർ പറയുന്നത് ജബ്രികൾക്ക് എതിരെ എത്രത്തോളം ആൾക്കാരുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആയി കളിക്കൂ, നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ഇതാവുന്നു. നീ പറഞ്ഞിട്ടുണ്ട് ജബ്രി ഇവിടെ നിൽക്കുകയാണ്, ഇവരിവിടെ നിൽക്കുന്നതിന്റെ കാരണം ജബ്രി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും തരുമ്പോൾ നമുക്ക് തലയ്ക്കകത്ത് ഓളമാണോ? ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ കിട്ടി. അതായത് നമുക്ക് ഇങ്ങനെ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്ന് എനിക്ക് കറക്റ്റ് എന്റെ പാരന്റ്സിന്റെ ഫേസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഇതാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. സപ്പോർട്ട് ഇപ്പം നിനക്കൊരു ഉത്തരം കിട്ടിയേ വൈ എന്തുകൊണ്ട് ഞാനും ഗബ്രിയും അത് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇവൻ പറഞ്ഞു, സിബിൻ പറഞ്ഞത് എന്താണ്? സിബിൻ ഇവിടെ കിടന്ന് ആൾക്കാരുടെ ഇടയിൽ അടിച്ച ഡയലോഗ് വേറെ, എന്നോട് പറഞ്ഞ ഡയലോഗ് പുറത്തെത്തിയിട്ടുണ്ട്. അത് പുറത്തിറങ്ങുമ്പം സായിക്ക് കാണാം. ജാസ്മിൻ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ജാസ്മിൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അത് സത്യമാണെങ്കിലും അത് കറക്റ്റ് ആണെങ്കിലും അത് ജാസ്മിൻ പറയുന്നത് കൊണ്ട് മാത്രം ആൾക്കാർ അത് അംഗീകരിക്കില്ല. ആൾക്കാർ എനിക്കെതിരെ തിരിയും. വൈ ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ പുറത്തുനിന്ന് കയ്യടി കിട്ടുമെന്ന് ഞാൻ പറയുന്നതിനകത്ത് എന്താണ് തെറ്റുണ്ടോ? എന്റെ ചിന്തകൾക്ക് തെറ്റുണ്ടോ? ഇല്ല. അങ്ങനെ ചിന്തിച്ചിട്ടാണ് അത് പറഞ്ഞത്. ഓഫ് കോഴ്സ്. ഇനി അതിലൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. പിന്നെ ഓഡിയൻസ് വരുമ്പോൾ ക്ലാപ്പ് ഒന്നും ജാസ്മിൻ എന്നോട് പറഞ്ഞില്ലേ? ഉണ്ട്. ഓഡിയൻസ് വരുമ്പോൾ ഉള്ള ക്ലാപ്പ് ഇതല്ല.